എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ എടുത്തതിൻ്റെ ക്ലാസ്സിൻ്റെ വീഡിയോ കാര്യങ്ങളാണ് നമ്മൾ ഇടുന്നത്. ഗ്രഹങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. നമ്മൾക്കറിയാം, ഇതിൽ ചാപ്റ്റർ 1 ഗോളം എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പ്രപഞ്ചം എന്ന് പറയണത് നമ്മൾക്ക് എറ്റേണലായിട്ടുള്ള ഒരു സംവിധാനമെന്നറിയാം, അനന്തതയിലേക്ക് നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഗാലക്സിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിലെന്താണ്, ഈ ഗാലക്സിയിൽ സൂര്യൻ എന്ന് പറയുന്ന ആ ഒരു നക്ഷത്രമാണ് സൂര്യൻ. പക്ഷേ നമ്മൾ ജ്യോതിശാസ്ത്രത്തിൽ നമ്മളതിനെ എന്തായിട്ടാണ് നക്ഷത്രമായിട്ടല്ല കൂട്ടിയിരിക്കുന്നത്, നമ്മൾ ഗ്രഹമായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ സൂര്യൻ എന്ന് പറയണത് ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും നക്ഷത്രം സ്റ്റാർ തന്നെയാണ്. പക്ഷേ ഗ്രഹമായിട്ട് നമ്മൾ കൂട്ടുമ്പോൾ ഫിക്സഡ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 24 മണിക്കൂറിൽ ഒരു സമയത്തിൽ ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ട്. ഇത് റൊട്ടേഷൻ ആണെന്ന് പറയാം. ഒരു വർഷം കൊണ്ടും ചുറ്റുന്ന റവല്യൂഷനായിട്ട് പരിക്രമണം എന്നും കൂടി പറയും അതിനെ. അപ്പോൾ ഇവിടെ എന്താണ്, സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങളും ചേർന്നാണ് സൗരയൂഥം എന്ന് പറഞ്ഞു അല്ലേ. ഈ സൗരയൂഥത്തിൽ അനേക കോടി നക്ഷത്രങ്ങളിൽ ഒന്നുണ്ട്. സൂര്യന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മറ്റുള്ള നക്ഷത്രങ്ങൾക്ക് സ്വയം പ്രകാശിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഗ്രഹങ്ങളായിട്ടുള്ള ബുധനും ശുക്രവും ഭൂമിയും ഇതൊക്കെ അവയ്ക്ക് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സൗരയൂഥങ്ങളിൽ 9 ഗ്രഹങ്ങളുണ്ടെന്ന്. എന്നാൽ പ്ലൂട്ടോ എന്ന് പറയുന്ന ഗ്രഹം ഇപ്പോൾ സൗരയൂഥത്തിന് പുറത്തു പോയ കാരണം നമ്മൾ അതിനെ എടുക്കാറില്ല. എന്നാൽ നെപ്റ്റ്യൂണിനെ കുറിച്ചും നമ്മൾക്ക് ഇതിലുള്ള ധാരണ എടുക്കാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഭൂമിയിൽ നിന്ന് അനേക കോടി കിലോമീറ്ററുകൾ അകലെയാണ് അത് നിൽക്കുന്നതുകൊണ്ട് ഭൂമിയിലുള്ള നിവാസികൾക്ക് അതിൻ്റെ പ്രയോജനങ്ങളോ അതിൻ്റെ ഒരു ശക്തി കാര്യങ്ങൾക്ക് ഇതിലേക്ക് പ്രതിഫലിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എടുക്കാത്തതെന്ന് മനസ്സിലാക്കുക. ആകർഷണ ശക്തി ലഭിക്കുന്നില്ല. എന്നാൽ ഈ സൗരയൂഥത്തിന് തൊട്ട് മുകളിലാണ് ഈ രാശിചക്രം സ്ഥിതി ചെയ്യുന്നത്. ഈ രാശിചക്രത്തിൽ മേടം തുടങ്ങിയുള്ള രാശിചക്രത്തിലാണ് ഈ 27 നക്ഷത്രങ്ങൾ. ഈ 12 രാശിചക്രത്തിലെ 27 ഗ്രഹങ്ങളായിട്ട് നക്ഷത്രങ്ങളായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവയ്ക്കൊക്കെ ഓരോ ഭ്രമണപഥമുണ്ട് എന്നാണ് പറയുക. അപ്പോൾ നമ്മളെന്തുകൊണ്ടാണ് ഭൂമിയെ എടുക്കുന്നത്? നമ്മൾക്ക് മറ്റുള്ള ഭൂമിയെ എടുക്കാത്ത ഗ്രഹമായിട്ട് ഭൂമിയെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്തത് കാരണം നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഭൂമിക്ക് പുറത്തുള്ള ഗ്രഹത്തിൻ്റെ ആകർഷണ ശക്തിയെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നവഗ്രഹങ്ങളിൽ ഈ ഭൂമിയെ നമ്മൾ കൺസിഡർ ചെയ്യാത്തത്. സൗരയൂഥത്തിന് തൊട്ടും മുകളിലായിട്ടാണ് രാശിമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്, മനസ്സിലാക്കുക. ഇപ്പോൾ രാശി എന്ന് പറയുന്നത് രാശിയെ കോടിക്കണക്കിന് മൈൽ ഉയരത്തിൽ ആകാശത്തെ ഒടുക്കമില്ലാതെ അനന്തമായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ മേടൻ രാശിയിൽ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. മേടൻ രാശിമണ്ഡലത്തിൽ മേടം ആദ്യമായിട്ടുള്ള രാശി. അപ്പോൾ സൂര്യൻ്റെ രാശി പ്രവേശം എങ്ങനെയാണ്? വർഷത്തിലൊരിക്കൽ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നുണ്ട്. സൂര്യനും രാശിമണ്ഡലവും ഒരിക്കലും ചലിക്കുന്നില്ല, ഫിക്സഡ് ആണത്. പക്ഷേ ഇപ്പം നമ്മളൊരു ബസ്സിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ ചലിക്കുന്നില്ല, പക്ഷേ ബസ്സാണ് ചലിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ബസ്സിനെ ഭൂമിയോട് ഉപമിക്കാം. അപ്പോൾ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ മരങ്ങളും അപ്പുറത്തെ കടകളൊക്കെ ഓടിപ്പോകുന്നതായിട്ട് കാണുമല്ലോ. ആ ഒരു നിയമമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളെന്താണ്
ഭൂമിയാകുന്നൊരു ബസ് ചലിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ പുറത്ത് ഉള്ള ചലിക്കാത്ത വസ്തുക്കൾ പുറത്ത് നിൽക്കുന്നത് സൂര്യനായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ സൂര്യൻ എന്താണ് ഓടുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പോൾ ഭൂമിയുടെ ചലനമാണ് സൂര്യൻ്റെ ചലനവുമായി കൂട്ടി ഇതാക്കി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഭൂമിയുടെ ഈ രാശിചക്രത്തിൻ്റെ ടോട്ടൽ ഡിഗ്രി മെഷർമെൻറ്റ് 360 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു രാശി 360 ഹരിക്കണം 12 എടുക്കുമ്പോൾ എന്താ, ഒരു രാശിചക്രത്തിന് നമ്മൾ 30 ഭാഗം അല്ല 30 ഡിഗ്രി ആയിട്ട് കാണുന്നു എന്നുള്ള പറയാം. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂമിയുടെ ചലനം സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കും മുതൽ രാശിമണ്ഡലം തുടക്കമായി. അപ്പോൾ എന്താണ് ഭൂമിയുടെ ചലനം എന്താണ്, മേടൻ രാശി തുടങ്ങിയാണ് വരുന്നത്. അപ്പോൾ മേടൻ രാശിക്ക് 30 ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് ഇടവൻ രാശിക്ക് 30 ഡിഗ്രി, അത് കഴിഞ്ഞ് മിഥുനൻ രാശിക്ക് 30 ഡിഗ്രി, ഇങ്ങനെ കാര്യങ്ങൾ വരും. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മേടൻ രാശി നമ്മൾ ആടിൻ്റെ രൂപമാണ്. അതേപോലെ തന്നെ ഇടവം രാശിക്ക് കാളയുടെ രൂപം. മിഥുനൻ രാശിക്ക് ഒരാണും ഒരു പെണ്ണും ചേർന്നത്. കർക്കടം ഞണ്ടും, സിംഹം രാശി അതായത് ചിങ്ങരാശി സിംഹത്തിൻ്റെ പോലെയും, കന്നിരാശി കന്യകയെ പോലെയും, തുലാൻ രാശി തുലാസിനെ പോലെയും, വൃശ്ചികം രാശി തേളിനെ പോലെയും, ധനുരാശി എന്താണ് ധനുസ് വില്ല് പോലെയും, മകരമൃഗം ആണ് മകരൻ രാശിയുടെ, കുംഭം കുടം പോലെയും ആണ് മീനൻ രാശി 2 മീനുകൾ. ഇങ്ങനെയാണ് പേരുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 30 ഡിഗ്രി മുതൽ 0 ഡിഗ്രിയിൽ തുടങ്ങുകയാണ് മേടൻ രാശി. 30 ഡിഗ്രി വരെ ആട് പോലെ, ബാക്കിയുള്ളത് കാളയെ പോലെ. അങ്ങനെ നമ്മളത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രഹങ്ങൾ ഇനി എന്താണ്, ഈ ഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഗുളികോദയം, ഇതും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഗുളികനെ നമ്മൾ 26 നാഴികയ്ക്കാണ് ഗുളികൻ ഞായറാഴ്ച വരുന്നത് അല്ലേ. അപ്പോൾ അത് പക്ഷേ ഗുളികോദയം നിങ്ങൾ ഗണിച്ചെടുക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ പഞ്ചാംഗത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. ഉദയം എല്ലാ ഞായറാഴ്ച 26 നാഴികയ്ക്കാണ്. അതുകൊണ്ട് ഞായറാഴ്ചകൾ 26 നാഴിക സമയം, സൂര്യൻ ഉദിക്കുന്ന സമയം വരെ കണക്കാക്കും. ഏകദേശം 4:30 ആവും. എത്രയാണ് ഗുളികോദയം എത്ര നാഴികയുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗുളികൻ നിൽക്കണ ഏകദേശം 1.5 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂർ എന്ന് പറയുന്നത് എന്താണ്, 1.5 മണിക്കൂർ എന്ന് വെച്ചാൽ ഏകദേശം നമുക്കറിയാം 1 മണിക്കൂർ എന്ന് വെച്ചാൽ 2 നാഴിക, അരമണിക്കൂർ എന്ന് വെച്ചാൽ 1.25. അപ്പം അത്രയും സമയം ഗുളികോദയം നിൽക്കുന്നു എന്നാണ് പറയാം. ഇനി അസ്തമയത്തിന് ശേഷം രാത്രിയും പകലും വെവ്വേറെ സമയങ്ങളിലാണ് ഗുളികൻ ഉദിക്കുന്നത്. 26 നാഴികയ്ക്ക് ഞായറാഴ്ച ഉദിക്കുമ്പോൾ 10 നാഴികയ്ക്കാണ് അസ്തമനത്തിന് ശേഷം ഉപയോഗിക്കുക. അപ്പോൾ അസ്തമനം തുടങ്ങി നമുക്ക് കണക്കാക്കിയും കാട്ട് 10 നാഴിക ഏത് രാശിയിൽ വരുന്നു വെച്ചാൽ ആ രാശിയിലാണ് ഗുളികൻ ഉദിക്കുന്നത്. ഇത് ഗുളികൻ ഉദിച്ച രാത്രിയും പകലും രാശികളും അതിൽ അടയാളപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് പറഞ്ഞിരിക്കുക, അതിൽ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. തിങ്കളാഴ്ച നമുക്ക് 22 നാഴികയ്ക്കാണ്, 4 നാഴിക വെച്ച് കുറച്ചാൽ മതി കണ്ട. പക്ഷേ അസ്തമനത്തിന് ശേഷമുള്ള ആദ്യം 4 നാഴിക വെച്ച് 10 നാഴിക തുടങ്ങുന്നതാണ്. 6 നാഴിക വെച്ച് കുറയ്ക്കുക, പിന്നെ അത് കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഗുളികനും ശനിയും എന്താണ് നമ്മൾ മനസ്സിലാക്കുക, പകലിൻ്റെയോ രാത്രി അളവിനെ 8 തുല്യ ഭാഗമാക്കുക. അതായത് പകലിൻ്റെ അളവിനെ പകലിൻ്റെ അളവ് 24 മണിക്കൂർ 12 അല്ലേ, അതിൽ 8 തുല്യ ഭാഗമാക്കിയാൽ പകൽ അതത് ദിവസത്തിൽ ആഴ്ചയുടെ ക്രമമനുസരിച്ച് എണ്ണുക എന്ന് പറയാം. ഇതാണെങ്കിൽ നമുക്കെന്താ, ബുധനാഴ്ച ആദ്യത്തെ ഭാഗം ബുധൻ, പിന്നെ വ്യാഴം, ഇങ്ങനെ ശനിയാഴ്ചയുടെ ഭാഗത്തായിരിക്കും ഗുളികോദയം. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഗുളികോദയം നമുക്ക് എളുപ്പമാണ്, ഈ രൂപത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. ഗുളികോദയം പഞ്ചാംഗത്തിൽ നോക്കുക, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല. ഗ്രഹങ്ങളുടെ വലിപ്പ വ്യത്യാസമാണ് പറയുന്നത്. സൂര്യൻ എന്താണ് 86,500 8,65,000 മൈൽ വ്യത്യാസമുണ്ട്. വ്യാഴത്തിന് 88,700 മൈൽ വ്യാസമാണുള്ളത്. വ്യത്യാസമല്ല, വ്യാസം വലിപ്പമാണ്. ശനിക്ക് 71,500 മൈൽ വ്യാസവും അത്രയും അളവ് നടത്താൻ അതിൻ്റെ ബലം.
ഭൂമിക്ക് 7927 മൈൽ വ്യാസവും ശുക്രന് 7700 മൈൽ വ്യാസവും ചൊവ്വയ്ക്ക് 4250 മൈൽ വ്യാസവും ബുധന് 3100 ചന്ദ്രന് 2158 മൈൽ വ്യാസമുണ്ട്. ഭൂമിയിൽ നിന്നുള്ള അകലം നോക്കാം. ചന്ദ്രന് ഭൂമിയിൽ നിന്നുള്ള അകലം 2,53,000 മൈലാണ്. സൂര്യനിൽ നിന്നേക്ക് നോക്കിയാൽ എന്തോരം മൈൽ ലക്ഷമാണ്, 944 ലക്ഷം മൈൽ അകലമാണ്. ബുധന് 1360 ലക്ഷം മൈൽ, ശുക്രന് 1610 ലക്ഷം മൈൽ, ചൊവ്വയ്ക്ക് 2480, വ്യാഴത്തിന് 6000 ലക്ഷം മൈൽ, ശനിക്കും ഭൂമിക്ക് അകലം 1250 ലക്ഷം മൈൽ. അപ്പോൾ വലിപ്പം അനുസരിച്ച് ഭൂമിയിലേക്ക് ആകർഷണ ശക്തി അതനുസരിച്ച് വരും. കാലദൈർഘ്യമുണ്ട്. ബുധൻ 88 ദിവസം കൊണ്ട് ബുധൻ സൂര്യനോട് അടുത്ത് കിടക്കുന്ന വേഗം ചുറ്റിക്കഴിയും. അതുകൊണ്ട് 88 ദിവസം കൊണ്ട് ചുറ്റിക്കഴിയുന്നത്. ശുക്രൻ 225 ദിവസം മതി. ചന്ദ്രന് 354 ദിവസം വേണം. ഭൂമിക്ക് 365 ദിവസം. അതുകൊണ്ടാണ് ഒരു വർഷം നമ്മൾ കണക്കാക്കുന്നത്. ചൊവ്വയ്ക്ക് 587 ദിവസമാണ് വേണ്ടത്. വ്യാഴത്തിന് 11 വർഷവും 10 മാസവും 10 ദിവസമാണ് ചുറ്റാൻ ആവശ്യമായത്. ശനിക്ക് 29 വർഷം 5.5 മാസം. അതുകൊണ്ടാണ് ഒരു രാശിചക്രത്തിൽ ശനി ചുറ്റി വരെ 29.5 വർഷത്തോളം എടുക്കും. അതുകൊണ്ടാണ് ആ സമയം ഒരാൾക്ക് 7 ശനിയൊക്കെ 2 പ്രാവശ്യമൊക്കെ 3 പ്രാവശ്യമൊക്കെ വരുള്ളൂ. ചില 90 വയസ്സൊക്കെ വരെയും 60 വയസ്സ് വരെയൊക്കെ പ്രായമുള്ളവർക്ക് 3 പ്രാവശ്യമൊക്കെ വന്നെന്നിരിക്കും 7 ശനി. കാരണം ചുറ്റി വരണ്ടേ. ഒരു പ്രാവശ്യം വ്യാഴം ചുറ്റി വരുന്നതിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. അതാണ് 12 വർഷമാണ് ശരിക്കും പറയുക. ഇതിൽ 11 വർഷം 10 മാസം 10 ദിവസം എന്ന് പറയുന്നത്. ഒരു ഗ്രഹം ഒരു രാശിചക്രത്തിൽ എത്ര സമയം നിൽക്കും? സൂര്യൻ 1 മാസമാണ് രാശിചക്രത്തിൽ നിൽക്കുക. നമ്മൾ ഓരോ മാസവും മേട ഇടവം മിഥുനം ഇങ്ങനെ മാസങ്ങളുണ്ടല്ലോ. ബുധന് 1 മാസം നിൽക്കും, ശുക്രൻ 1 മാസം, ചന്ദ്രന് 2.25 ദിവസമാണ്. കാരണം നമുക്കറിയാം ഒരു രാശിയിൽ 3 ഗ്രഹങ്ങളല്ലേ നിൽക്കുക. 2.25 135 നാഴിക സമയമാണ്. ഒരു ദിവസം 60 നാഴിക, രണ്ടാമത്തെ ദിവസം 60 120 + 15 4 ദിവസം കൂടി കൂട്ടുമ്പോൾ 2.25 ദിവസം കിട്ടും. ചൊവ്വയ്ക്ക് 49 ദിവസമാണ്, 1.5 മാസമായിട്ട് കണക്കാക്കാം. വ്യാഴത്തിന് 361 ദിവസമാണ്, ഒരു വർഷമായിട്ട് കണക്കാക്കാം. രാഹുകേതുക്കൾ ഇടത്തോട്ടാണ് സഞ്ചരിക്കുന്നത്, 1.5 വർഷമാണ്. ശനി 2 വർഷം 5.5 മാസമാണ്, ഏകദേശം 2.5 കൊല്ലം നമ്മൾ കണക്കാക്കുന്നു. രാശികളും ഗ്രഹങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ നക്ഷത്രങ്ങൾ, അശ്വതി നക്ഷത്രം എങ്ങനെയാണ്? ഒരു മേടക്കൂറാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 0 ഡിഗ്രി തുടങ്ങിയിട്ട് 13 ഭാഗ 20 ഡിഗ്രി വരെയുണ്ട്. അതായത് 60 നാഴിക സമയമാണ് അത് വരുന്നത്. മനസ്സിലായി? അശ്വതി നക്ഷത്രത്തിൻ്റെ. പിന്നെന്താണ് കാർത്തിക നക്ഷത്രം? അശ്വതി ഭരണി 13:20 തുടങ്ങി വീണ്ടും 13:20 കൂടി കൂട്ടുമ്പോഴാണ് ആ 26:40. അങ്ങനെ 13 ഡിഗ്രി 20 കല, അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പം 360 കൂടി അങ്ങോട്ട് കംപ്ലീറ്റ് കഴിഞ്ഞ് പോകും. അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അത് ചന്ദ്രൻ നിൽക്കുന്നതാണ് മേടക്കൂറ്, അങ്ങനെ കൂറ് എന്ന് പറയുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. രാശി ഉദിക്കുന്ന ഓരോ ദിവസം സൂര്യോദയം മുതൽ അടുത്ത ദിവസം വരെയും രാശി ഉദിക്കുന്ന നമുക്കറിയാം. അടുത്ത ദിവസം വരെയും രാശിയോദയമാണ്. ഏത് മാസമാണ് പുതിച്ച് നിൽക്കുന്നത് ആ മാസമാണ് നമ്മൾ ആ രാശിയിലാണ് സൂര്യൻ ഉദിക്കുക. ഇപ്പോൾ മേടൻ മാസമാണല്ല, മേടമാസം സൂര്യൻ ഉദിക്കുന്നത് മേടൻ രാശിയിലായിരിക്കും. അപ്പോൾ ഉദയാൽപരം എന്ന് പറയുന്നത് എന്താണ്? ഒരു 15-ാം തീയതി ഒക്കെ, മേടം 15-ാം തീയതി സൂര്യൻ, ഇപ്പോൾ മേടൻ രാശി 4:35 നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൽ 4:34 കൊടുത്തുള്ളൂ. രാശിയുടെ മാനമാണത്, രാശിയുടെ അളവ്. അപ്പോൾ ഇവിടെ പകുതി കഴിഞ്ഞിട്ടുണ്ടാകും. 15-ാം തീയതി കഴിയും. ഓരോ ഇല്ലി വീതം ഓരോ ദിവസം കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ആ 4:35 അങ്ങോട്ട് കഴിഞ്ഞു പോകും. അതിനെയാണ് നമ്മൾ ഉദയാൽപരം എന്ന് പറയുന്നത്. ഇപ്പോൾ 6 മണിക്ക് സൂര്യൻ ഉദിക്കുന്നു എന്ന് വിചാരിക്കുക. 6 മണിക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ
ഇപ്പം 15-ാം തീയതി എന്നിരിക്കും മേടമാസം, ബാക്കി 2 നാഴിക തീരാണ്ടെന്ന് വരികയും അതാണ് ഉദയാൽപരം. ആ 2 നാഴികയെ തുടങ്ങുന്നു നമ്മൾ ലഗ്നം ഗണിക്കാനായിട്ട്. ബാക്കിയുള്ളത് ഇടവൻ രാശി. അങ്ങനെയാണ് ലഗ്നം നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, ബാക്കിയുള്ളതൊക്കെ ഞാൻ പഠിപ്പിച്ച കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. ഇത്രയും ആണ് നമ്മൾ. ഇനി അടുത്തത് 2-ാം അധ്യായമാണ്. ഇന്ന് ഞാൻ ഓപ്പൺ ക്ലാസ് ആയിരിക്കും, അപ്പോൾ അതിൽ പഠിപ്പിക്കാം. മനസ്സിലായ? ഇതൊക്കെ പഠിപ്പിച്ചതാണ്, അതുകൊണ്ടാണ്